എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്താണ് സ്റ്റാക്ക്? അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഇരിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാക്ക് is a data structure that follows LIFO. LIFO എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞതിൻ്റെ ഷോർട്ട് ഫോമാണ്. ലിഫോ പ്രിൻസിപ്പിൾ എന്നാണ് ഈ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സാധനങ്ങളാണ്, എക്സാമ്പിൾസാണ്. സ്റ്റാക്കിൻ്റെ രീതി ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ അതിലേറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലേറ്റ്, സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഇന്നാവുന്നതാണ് ആദ്യം ഔട്ടാവുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വയ്ക്കുന്ന പ്ലേറ്റാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുക. ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റാക്കുകളും അങ്ങനെ തന്നെയാണ്. അവസാനത്തെ റാക്കാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടി വരിക. ഇപ്പം നമ്മൾ ബുക്സിൻ്റെ ഒരു സ്റ്റാക്കാണെങ്കിലും ബുക്സിൻ്റെ ഗ്രൂപ്പാണെങ്കിലും ഏറ്റവും അവസാനം വെച്ചത് എടുക്കാനാണ് എളുപ്പം. മറ്റുള്ള എടുക്കുകയാണെങ്കിൽ ബാക്കി നമ്മളിപ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ഇപ്പോൾ ഈ അവസാനത്തെ ബുക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിന് മേലെയുള്ള ബുക്കുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ പോകും. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ലിസ്റ്റുകളെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറുകളെ പറയുന്ന പേരാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചേഴ്സ്. അത് ഡെയിലി ഡാറ്റ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറുകളെ പൊതുവായിട്ട് പറയുന്ന പേരാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത് ഒരു എൻഡ് വെച്ചിട്ടാണ്. അതിന് പറയുന്ന പേരാണ് ടോപ്പ്. അതായത് നമ്മൾ ഐറ്റംസ് റിമൂവ് ചെയ്യണ ആ എഡ്ജിനെ പറയുന്ന പേരാണ് ടോപ്പ് എഡ്ജ് അല്ലെങ്കിൽ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ലാസ്റ്റ് പ്ലേറ്റിൻ്റെ ഏരിയനെ അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ വിച്ച് ഇൻസേർഷൻ ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് വൺ എൻഡ്, യൂഷ്വലി കോൾഡ് ടോപ്പ്. ടോപ്പ് എന്ന് പറഞ്ഞ പോയിൻ്റർ അല്ലെങ്കിൽ ടോപ്പ് എന്ന് പറഞ്ഞ ആ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്കിലേക്ക് വാല്യൂസ് ചേർക്കുന്നതും സ്റ്റാക്കിൽ നിന്ന് വാല്യൂസ് എടുക്കുന്നതും. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് കാണാം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു സ്റ്റാക്കിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പുഷ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു എ സ്റ്റാക്ക് അറ്റ് ദ ടോപ്പ് പൊസിഷൻ. അതിന് പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മളൊരു ലിസ്റ്റ് ഓഫ് വാല്യൂസാണ് ഇതിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 25 ഉണ്ട്, 34 ഉണ്ട്, 18 ഉണ്ട്. നമുക്ക് 56 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ 56 എന്ന് പറഞ്ഞ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന ഈ ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇത് പുഷ് എന്നാണ് പറയുക. കാരണം നമുക്ക് ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 25 ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു എൻഡിൽ കൂടെ, അതായത് താഴെയുള്ള എൻഡ് ക്ലോസ്ഡ് ആണ്, ടോപ്പ് എൻഡിൽ കൂടെ മാത്രമാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ 25 ആദ്യം വയ്ക്കണോ, അതിൻ്റെ മേലെ 34 വയ്ക്കണോ, അതിൻ്റെ പോലെ 18 വയ്ക്കണോ, അതിൻ്റെ മേലെ 56. ഇങ്ങനെ ഒരു എൻഡിൽ കൂടെ മാത്രം അട്ടിയിട്ട് പോകുക. നമ്മൾ ചാക്കുകളൊക്കെ അട്ടിയിട്ട് പോകുന്ന പോലെ അട്ടിയിട്ട് പോകുന്ന ആ രീതിയിൽ സ്റ്റാക്ക് ചെയ്യുന്ന രീതിനെ പറയുന്ന പേരാണ്, ആ തരം ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ്, ഈ രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ എന്നാണ് പറയുക. അപ്പോൾ ഡാറ്റ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റും. അതിനെ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു സിറ്റുവേഷനാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. സാധാരണ നമ്മൾ കാണുന്ന പോലെ ടാങ്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ ടാങ്ക് നിറഞ്ഞു പോവുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അത് സംഭവിക്കുക. അപ്പോൾ നമുക്ക്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് വാല്യൂ 56 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാക്കിൽ 3 ലൊക്കേഷൻസ് ഉള്ളൂ, അല്ലെങ്കിൽ 3 ഏരിയ ഉള്ളൂ, 3 വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 25 ഇൻസേർട്ട് ചെയ്തു, 34 ഇൻസേർട്ട് ചെയ്തു, 18 ഇൻസേർട്ട് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 56 ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ 56 ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും നടക്കില്ല, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, റിജക്റ്റ് ആവും, സ്റ്റാക്ക് റിജക്റ്റ് ചെയ്യും 56-ന്. ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് എന്തെന്ന്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്നാണ് അതിന് പറയുക. വൺസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് എൻ ഐറ്റം an impossible situation arises known as stack overflow. ആ സിറ്റുവേഷൻ പറയുന്ന പേരാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഇതാണ് പുഷ് ഓപ്പറേഷനും അതിൽ വരാവുന്ന സിറ്റുവേഷനാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ അടുത്ത ഓപ്പറേഷനാണ് പുഷ് ഓപ്പറേഷൻ. എന്താണ് പുഷ് ഓപ്പറേഷൻ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പുഷ് ഓപ്പറേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് ആൻ എലമെൻറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. ഇതിൽ 25 എടുക്കുന്നുണ്ട്, 34 എടുക്കുന്നുണ്ട്, 18 എന്ന് പറയുന്നതാണ് നമ്മൾ അവസാനമായിട്ട് ചേർത്ത വാല്യൂ. ഈ വാല്യൂ നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ ടോപ്പ് എന്ന് പറയുന്നത് ഏത് പോയിന്റിൽ നിൽക്കണമെങ്കിൽ ആ പോയിന്റിലുള്ള വാല്യൂ, ടോപ്പ് എന്ന് പറയുന്നത് 18 എടുക്കണമെങ്കിൽ 18 എന്ന് പറഞ്ഞ പോയിന്റിൽ നിൽക്കും. അതാണ് നമ്മൾ സ്വീകരിക്കുക, തിരിച്ചെടുക്കുക. ആ തിരിച്ചെടുക്കുന്ന ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന, സ്റ്റാക്കിൽ നിന്ന് വാല്യൂകൾ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന്, പോപ്പ് ഓപ്പറേഷൻ എന്നാണ് പറയുക. തിരിച്ചെടുക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ സ്ഥലത്തും ഇതേപോലെ തന്നെ സംഭവിക്കാവുന്ന വരുന്നൊരു സിറ്റുവേഷനാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ. എന്താണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ? അത് നോക്കാം നമുക്ക്. സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എന്താണ്? ഇപ്പം നിങ്ങൾ ആ പടത്തിൽ, ഇപ്പോൾ കാണുന്ന പടത്തിൽ കാണുന്ന പോലെ, ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് എൻ ഐറ്റം ഫ്രം എൻ എംപ്റ്റി സ്റ്റാക്ക് ആൻഡ് അൺഫേവറബിൾ സിറ്റുവേഷൻ അറൈസസ് നോൺ ആസ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. അതായത് എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാക്ക്, അതായത് സ്റ്റാക്കിൽ വാല്യൂകളൊന്നും ഇല്ലാത്ത ആ സ്റ്റാക്ക്, എംപ്റ്റി ആയിട്ടുള്ള സ്റ്റാക്കിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐറ്റംസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്യാൻ പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ. ആ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ സംഭവത്തിന് പറയുന്ന പേരാണ്, ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പോപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാമെന്നും ഡിലീറ്റ് ചെയ്യാമെന്നുള്ള അൽഗോരിതംസൊക്കെ ഉണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. താങ്ക് യു.